സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഗുരുവായൂർ അമ്പലത്തിനകത്ത് വന്നിട്ടുണ്ടായി. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ മമ്മൂക്ക എന്ത് ചെയ്തു, മമ്മൂക്ക അവിടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോ കൈപോക്കി ഇങ്ങനെ ടാറ്റ പോലെ ഇങ്ങനെ കാണിച്ചു. പക്ഷെ ലാലേട്ടൻ ഇറങ്ങി വന്നപ്പോ ടാറ്റ കാണിച്ചില്ല എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ വിഷയം നടക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയം നടക്കണ സമയത്ത് അവിടെ നിന്ന ആ ഒരു ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ വിഷയം ഉണ്ടാക്കിയ ആൾക്കാർ ഇങ്ങനെ ലാലേട്ടൻ കൈപോക്കി കാണിച്ചില്ല, മമ്മൂക്ക കാണിച്ചു എന്നുള്ള രീതിക്ക് പറഞ്ഞ ആൾക്കാർ ആദ്യം പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. മനസ്സിലായ നമുക്ക് ക്ലാസ് താത്തിട്ട് കൈ കാണിക്കൂലേ? ലാലേട്ടൻ കൈ കാണിച്ചില്ല. നോക്കി ചിരിച്ചിട്ട് പോയേ. പക്ഷെ മോഹൻലാല് ഗ്ലാസ് ഞങ്ങൾക്ക് ആരും കാണാൻ പറ്റില്ല. മനസ്സിലായ ഞങ്ങള് നോക്കാനൊരു അവസരം ഉണ്ടാക്കിയില്ല. ഞങ്ങൾ പാവം ജനങ്ങള് ഞങ്ങളൊക്കെ ഇങ്ങനെ സിനിമ ഉണ്ടാവോ? ഈ വീഡിയോ ലാലേട്ടൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെയല്ലേ സാധാരണക്കാരായി ഞങ്ങൾ പാവം ജനങ്ങള് സ്ത്രീകള് ഞങ്ങൾക്ക് ഇങ്ങനെ ലാലേട്ടനെ കാണാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ വന്നു പോയിട്ട് ലാലേട്ടനെ അവിടെ വന്നിട്ട് ഒന്ന് കൈ വീശിയ മതിയായിരുന്നു. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായില്ല. അത്രയും സങ്കടകരായി ലാലേട്ടൻ ഇങ്ങനെ ചെയ്തത്. ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ലേ ലാലേട്ടൻ ഇങ്ങനെ ചെയ്തു. സെക്യൂരിറ്റി ചവിട്ടി എന്റെ കാലൊക്കെ ഒരു ഇതാക്കി ലാലേട്ടനെ കാണാൻ വേണ്ടിട്ട് വന്നു. ലാലേട്ടൻ ഗുരുവായൂർ വരണം. ഗുരുവായൂർ വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ പ്രേക്ഷകരെ മുഴുവൻ കാണാനുള്ള അവസരം ലാലേട്ടൻ സൃഷ്ടിക്കണം. ഈ സ്ത്രീകളുടെ ഈ സങ്കടം, സ്ത്രീകളുടെ ഈ ആരാധകരുടെ സങ്കടം ലാലേട്ടൻ മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ഗുരുവായൂർ വരണം. അതൊരു സന്തോഷമായ ലാലേട്ടൻ ഗുരുവായൂർ വരണം എന്നാണ് പറയുന്നത്. ഇത്രയും സ്ത്രീകളെ ഗുരുവായൂർ വരണം. ഇവരുടെ മുന്നിൽ കാണാൻ വേണ്ടി കാത്തിരുന്ന ഈ ലെവലാണെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്നവരുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവരെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഭയങ്കര ആരാധകരാണ്. ഇപ്പൊ ലാലേട്ടന്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും അപ്പൊ ഇപ്പൊ ഈ പറയുന്നവരെ എനിക്ക് തോന്നുന്ന ലാലേട്ടന്റെ ഭയങ്കര ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നത് ഇവർ പറയുന്നത്. അപ്പൊ അവരുടെ സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർ അത്രയും ആഗ്രഹിച്ചിട്ടാണ് അവർ അവിടെ വന്ന് നിന്നത്. അതായത് ഈ ലാലേട്ടനെ കാണാനായിട്ട് അത്ര ആഗ്രഹിച്ച് വന്ന് നിന്നിട്ട് മമ്മൂക്ക അവിടെ കൈപൊക്കി കാണിച്ചു. അതായത് കൈപൊക്കി ഇങ്ങനെ അവരെ കണ്ടപ്പോ ഇങ്ങനെ കൈപൊക്കി ഇങ്ങനെ കാണിച്ചു. പക്ഷേ ലാലേട്ടൻ ഇവരെ കണ്ടപ്പോ ഇങ്ങനെ ചിരിക്കാതെ പോയി എന്നുള്ള ലെവലിലാണ് ഇവർ പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഇവർ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവരുടെ സൈഡ് ഇമോഷണലി നോക്കുമ്പോൾ നമുക്ക് അവരുടെ ഭാഗത്ത് ന്യായമുള്ള പോലെ തോന്നും. പക്ഷേ നമ്മൾ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവർ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഞങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ സിനിമ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചല്ല ഇവര്. ഇപ്പൊ ലാലേട്ടനെ പോലുള്ള ഒരാള് നല്ല നല്ല സിനിമകൾ ഇറക്കി, അതുകൊണ്ടാണ് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് അവര് തരുന്ന ഏതൊരു പടവും ഏതൊരു കൊള്ളില്ലാത്ത പടവും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് തരുന്നോ അത് നിങ്ങൾ മേടിച്ച് കാണുക എന്നല്ല, അവരവരുടെ പണി മാന്യമായിട്ട് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു. അതാണ് കാര്യം. അല്ലാണ്ട് അവരവിടെ ഒന്നും ചെയ്യാണ്ട് ഇരുന്നിട്ട് നിങ്ങൾ അവരെ പോയി ഇഷ്ടപ്പെടുന്ന ആ ഒരു സെറ്റപ്പ് അല്ല ഇവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പൊ ലാലേട്ടൻ ഈ കൈപൊക്കി കാണിക്കാത്ത ഈ ഒരു കേസിനകത്ത് എനിക്ക് അങ്ങനെ ഭയങ്കര മോശമായിട്ട് അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇപ്പൊ മമ്മൂക്ക കൈപൊക്കി കാണിച്ചു, അതുകൊണ്ട് ലാലേട്ടൻ കൈപൊക്കി കാണിക്കാണ്ടിരുന്ന മോശമായി പോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യം അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ മമ്മൂക്കയുടെ ക്യാരക്ടർ നമ്മൾ നോക്കണമെങ്കിൽ പുള്ളി ഇത്തിരിയും കൂടെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. പക്ഷെ ലാലേട്ടൻ്റെ കാര്യം നോക്കണമെങ്കിൽ പുള്ളിക്കാരൻ ഇത്തിരി ഇൻട്രോവേർട്ട് ആയിട്ട് ഇങ്ങനെ അധികം ആരോട് ഇങ്ങനെ ചാടിക്കേറി അങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ ചാടിക്കേറി ഇങ്ങനെ ഭയങ്കര പുള്ളി എപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ചൊരു മുഖമായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ലെവലിനകത്താണ് എനിക്ക് തോന്നിയേക്കുന്നത്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വെച്ച് നമ്മൾ കണ്ടത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് പുള്ളിയുടേതായ റീസൺസ് ഉണ്ടാവാം. ഈ അവിടെ വെച്ച് പുള്ളി ഇങ്ങനെ കൈപൊക്കി കാണിക്കാത്തതിൽ പുള്ളിയുടേതായ
അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ മലൈക്കോട്ടെ വാലിബന്റെ റിലേറ്റഡ് ആയിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ ഇതിന്റെ ഒരു റീസൺ പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് അവിടെ വെച്ച് കൈപൊക്കി കാണിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അതൊരു വാലിഡ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ട് നമുക്ക് അതും കൂടെ കണ്ടു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 43 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി എനിക്ക് അന്ന് മുതൽ എത്രയോ ജനറേഷനിൽ കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി എൻ്റെ കൂടെ ഫോട്ടോ എടുത്തത് അവരുടെ മകൾ 10ാം ക്ലാസ്സിൽ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭാഗ്യമാണ് അല്ലേ. എൻ്റെ കൂടെ അഭിനയിച്ച എത്രയോ പേര് നമ്മൾ ചില എയർപോർട്ടിൽ ഹലോ അങ്കിൾ എന്ന് പറഞ്ഞ് വലിയ മീശയൊക്കെ വെച്ച് ഡോക്ടറാണ്, എയർഫോഴ്സിലാണ്, വലിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയം മാറിയ അന്നത്തെ പോലെയല്ല, അന്നത്തെ പോലെ ഒരു ജേർണലിസം അല്ല, അന്നത്തെ പോലെയുള്ള സിനിമകളല്ല, എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈവൻ നമ്മുടെ ഫോണായാലോ നമ്മുടെ ശരീരമായാലോ നമ്മുടെ ഉടുപ്പായാലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാൻ പോകില്ല. ഇപ്പോൾ ഒരു പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല, അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പോലല്ല സിനിമ, അവർക്ക് പോയേ പറ്റുള്ളൂ, നമുക്ക് പോകാൻ പറ്റില്ല, ഭയങ്കരമായ ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഗുരുവായൂർ കല്യാണത്തിന് പോയി, ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല, പേടിയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് കൊണ്ടുപോകുന്ന ആൾക്കാർ. അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് സാധിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംവേദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇപ്പോൾ ഹരീഷ് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല പണ്ട് മുതലേ. പണ്ട് ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്ന് നിയമമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു മനുഷ്യനാണ്, നമുക്ക് ഒരുപാട് പിന്നെ മൂഡുകളുണ്ടാകാം, സൗകര്യങ്ങളുണ്ടാകാം, അസൗകര്യങ്ങളുണ്ടാകാം. അതിനനുസരിച്ചുള്ള ഒരു റിഫ്ലെക്സാണ്. അല്ലാതെ മനഃപൂർവ്വം ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാമെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ടെൻഷനാണ്, ചിലപ്പോൾ എന്തെങ്കിലും അയാൾ അതിൻ്റെ ഉള്ളിൽ കൈ വയ്ക്കാം. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളവർക്കാണ്. അതാണല്ലോ ഇപ്പോൾ പല വലിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെയുള്ള ആൾക്കാർ പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്നത് എന്താണ്, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അതിലുള്ള ഒരു ഭയം, ഒരു സ്നേഹത്തിലുള്ളൊരു ഭയം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലാലേട്ടൻ പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ കലാകാരന്മാരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ഒരുപാട് മനസ്സുകളൊക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കുക, അതെ അതെ അങ്ങനത്തെ ഒരു ജോലി ചെയ്യണവരാണല്ലോ. അപ്പോൾ മൂഡ് സ്വിങ്സ് ഒക്കെ സ്വാഭാവികമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അധികമുള്ള ഒരാളല്ല ഞാൻ. അതെ, നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരോടും നന്നായി പെരുമാറുന്നൊക്കെ കാണുമല്ലോ. അപ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണേ? അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊക്കെ അത് പഠിക്കില്ല, അതുകൊണ്ട് എനിക്കറിയാത്ത കാര്യമാണ്. ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ്, ആദ്യം മുതലേ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും എന്നിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല. അപ്പോഴാണല്ലോ കുഴപ്പമാകുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യുന്നു, അല്ലാതെ നിങ്ങളെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അപ്സെറ്റ് ആവും. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. ലാലേട്ടൻ പറഞ്ഞത് കേട്ട കൃത്യമായിട്ടുള്ള ആ ഒരു മറുപടിയാണ് അതിന് കൊടുത്തത്. കാര്യം ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇഷ്ടംപോലെ ജനറേഷനുകളിനകത്തുള്ള ഫാൻസിനെ ആണെങ്കിലും വ്യൂവേഴ്സിനെ ആണെങ്കിലും എല്ലാം കണ്ടിട്ട് വന്നേക്കണവരാണ്. ഈ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും കണ്ട് വന്നേക്കണോണ്ട് തന്നെ ഇവർ നോക്കുമ്പോഴത്തേക്കും അവരെങ്ങനത്തെ ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്തുദ്ദേശത്തോടെയാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ചിലപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ ആയിരിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, പക്ഷെ എന്നാലും ഇവർക്ക് അങ്ങോട്ട് ചാടി കയറിയിട്ട് അവരെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റൂല. കാര്യം അവർക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിലും അത് പറ്റൂല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെന്ത് ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ ഉപദ്രവിക്കാനാണോ? പുള്ളി പറഞ്ഞ കേട്ടാ, ഇവർക്കൊക്കെ പേടിയാണ്. ഇപ്പൊ മമ്മൂക്ക അവിടെ നിന്ന് ചിരിച്ച് ടാറ്റ കാണിച്ചു, അത് പുള്ളിക്കാരൻ്റെ അപ്പോഴത്തെ ഒരു മൂഡ് എങ്ങനെയായിരുന്നു, അതുകൊണ്ട് പുള്ളി അങ്ങനെ കാണിച്ചു. ഇപ്പൊ നമ്മൾ ലാലേട്ടന്റെ കേസ് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ആ സമയത്ത് അത് കാണിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് പുള്ളി അവിടെ നിന്ന് പോയി. ഇതിൽ നമുക്ക് എവിടെയും ഇവരെ ഒരു തെറ്റ് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ലാലേട്ടൻ ഈ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കണം. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഒരിക്കലും ലാലേട്ടനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മമ്മൂക്കനെ സപ്പോർട്ട് ചെയ്ത് പറയുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കാര്യം അവരവരുടെ ഇഷ്ടമാണ്, അവർക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ തോന്നിയെന്നൊക്കെ ഉള്ളത് അവരവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എനിക്ക് അത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.